ഹൈ എവരിവൺ, ഇന്നൊരു വെയർ ബേസിക് സ്പീക്കർ ജസ്റ്റ് കാണിച്ചു തരാനായിട്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻസ്റ്റാൾസിന് വേണ്ടിയിട്ട് സ്പീക്കേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇൻഫിനിറ്റി ഉണ്ടോ JBL ഉണ്ടോ എന്നുള്ളതാണ്. എന്റെ പ്രിഫേർഡ് ചോയ്സ് പയനീർ ആണ്. 4160 690 രൂപ MRP ഉള്ള കോവാക്സിലും 8190 രൂപ MRP ഉള്ള കോമ്പണന്റും. ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെവിക്ക് എനിക്ക് വളരെ വളരെ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നതാണ് JBLനെക്കാളും ഇൻഫിനിറ്റിനെക്കാളും ഈ പയനീർസ് ആണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഹാർഷ് അല്ല, ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ട്രിബിൾ അല്ല, കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ടോണാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്, ഭയങ്കര ഹാർഡി ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. വെറുതെ നോർമൽ പോളിപ്രോപ്പിലിൻ കോണും പ്ലാസ്റ്റിക് ട്വീറ്റേഴ്സും ഒക്കെയാണ്. പറയുന്ന യാതൊരുവിധ ഫാൻസി ആയിട്ടുള്ള മെറ്റീരിയലും ഇല്ല, ഒന്നുമില്ല, കേൾക്കാൻ നല്ലതാണ്. ഇത് എത്രത്തോളം അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതിന്റെ വേറൊരു കാര്യം. JBL ആണെങ്കിലും ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി ഒരിക്കലും ഒരു പയനീറിന്റെ സ്പീക്കേഴ്സിന്റെ അത്രയും വരാറില്ല. റിവ്യൂ നോക്കിയിട്ട് സ്പീക്കേഴ്സ് വാങ്ങിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ റിവ്യൂ എഴുതിയേക്കണവര് ഇതിനു മുന്നേ എന്തെങ്കിലും സ്പീക്കർ അതിനു മുന്നേ എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു റെഫറൻസ് എടുക്കണം. ആമസോണിൽ കിടക്കുന്ന റിവ്യൂസ് നോക്കിയിട്ട് ഒരിക്കലും സ്പീക്കേഴ്സ് വാങ്ങിക്കരുത്. ഒന്നുകിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ സ്വന്തമായിട്ട് കേട്ട് നോക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്പീക്കേഴ്സ് വേറെ യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. അതല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീക്കർ വാങ്ങിച്ചിട്ട് അത് സൂപ്പർ ആണെന്ന് പറയുന്നത് അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന സ്പീക്കർ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can't judge it. So these are two really good speakers for the money. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള സ്പീക്കേഴ്സിന്റെ എല്ലാത്തിന്റെയും വില, ഇതും ഇപ്പൊ കഴിഞ്ഞ വർഷം ആയിരുന്നെങ്കിൽ 7000 3500 ആയിരുന്നു വില. അത് ഈ വർഷമായി കഴിഞ്ഞപ്പോൾ 8000 4500 ആയി, 4600 വാട്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ സ്പീക്കേഴ്സിന്റെയും പോക്ക്. എല്ലാ സ്പീക്കേഴ്സിന്റെയും വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുത്തനെ ഒരു കയറ്റം ഇനിയും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുന്നതും മിക്കവാറും എല്ലാ സ്പീക്കേഴ്സ് ബ്രാൻഡുകളെല്ലാനും യൂറോപ്യൻ ബ്രാൻഡുകളൊക്കെ ആയതുകൊണ്ട് യൂറോ പ്രൈസസ് കൂടുന്നത് കൊണ്ടും ഷിപ്പിംഗ് കോസ്റ്റ് കൂടുന്നത് കൊണ്ടും ഇപ്പോഴത്തെ വാറും പ്രശ്നങ്ങളെല്ലാനും കാരണം സ്പീക്കേഴ്സിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ എക്സൽസിയസിന്റെ സ്പീക്കേഴ്സ് ആദ്യം വെക്കാൻ തുടങ്ങിയത് 16,000 രൂപയ്ക്കാണ്. ഇന്നലെ ഇത് പുതിയ ലോട്ട് വന്നപ്പോ 24,000 രൂപയാണ്. ഗ്ലാഡിന്റെ ഈ 1 സീരീസ് ആംപ്ലിഫയർ എന്റെ അടുത്തിരിക്കുന്ന പഴയ സ്റ്റോക്ക് 70,000 രൂപയ്ക്കാണ്. ഇതിന്റെ ഇപ്പോഴത്തെ വില 89,000 രൂപയാണ്. ഈ ഗ്ലാഡിന്റെ സ്പീക്കേഴ്സ് ഞാൻ ആദ്യം വെക്കാൻ തുടങ്ങിയത് 18,000 രൂപയ്ക്കാണ്. M-line സ്പീക്കേഴ്സ് അതിപ്പോ പോയി 25,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. സോ ഇങ്ങനെയാണ് സ്പീക്കറിന്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീക്കറിന്റെ എന്നല്ല, എല്ലാ ഇലക്ട്രോണിക്സിന്റെയും പുറത്തുനിന്ന് വരുന്ന എന്ത് കോമ്പണൻസിന്റെ ആണെങ്കിലും വില എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു ആർ ബൈയിങ് ഓഡിയോ, ഏറ്റവും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഏറ്റവും നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം വാങ്ങിച്ചു വെക്കാൻ നോക്കുക. ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.